ഗൈസ്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടും പ്ലേ സ്റ്റോറിലേക്ക് വരും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഗൈസ്, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയ ശേഷം നിങ്ങൾ ഓപ്പൺ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആപ്പിൻ്റെ ഫസ്റ്റ് ലോഗിൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് താഴെ ലോഡ് ആവുന്നതായിട്ടും കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ വരുമെങ്കിൽ ഇതെല്ലാം ഒന്ന് നിങ്ങൾ നെക്സ്റ്റ് കൊടുത്ത് വിടുക. ഏറ്റവും അവസാനം ഗോറ്റിറ്റ് എന്ന് കാണും, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ജസ്റ്റ് ആയിട്ടൊന്ന് ലോഡാവുന്ന കാണാൻ ചെയ്യും. അപ്പോൾ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ എഗ്രി ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ഈ താഴെ കിടന്ന കോളത്തിലൊരു ടിക്ക് മാർക്ക് കൊടുത്തിട്ട് എഗ്രി എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒന്ന് ജസ്റ്റ് ലോഡാവുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗൈസ്, അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തേക്കുന്ന റെഫറൽ കോഡാണ് നിങ്ങളിവിടെ റെഫറൽ കോഡ് ഓപ്ഷനിൽ അടിക്കേണ്ടത്. ആദ്യം തന്നെ നിങ്ങളുടെ Paytm മൊബൈൽ നമ്പർ, അതിനുശേഷം നമ്മൾ ഈ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനും അതേപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിരുന്ന ആ റെഫറൽ കോഡും പിന്നെ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും കൊടുത്ത് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ വെരിഫൈ ഡീറ്റെയിൽസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യണം. ഗൈസ്, അപ്പോൾ നിങ്ങൾ കൊടുത്ത നമ്പറിലേക്ക് ഒരു OTP വരും. നിങ്ങൾ ആ OTP തെറ്റുകൂടാതെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും വെരിഫൈ ആവുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളിവിടെ ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും നിങ്ങൾ ഇതേപോലെ മൊബൈൽ നമ്പരും റെഫറൽ കോഡ് ഇമെയിൽ ഐഡിയും അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങളതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഒരു ഫോം നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങളുടെ ഫസ്റ്റ് നെയിം, അതേപോലെ ലാസ്റ്റ് നെയിം, അതേപോലെ നിങ്ങളുടെ ജെൻഡർ, അത് കഴിഞ്ഞിട്ട് ഡേറ്റ് ഓഫ് ബർത്ത്, ഇവയെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത ശേഷം വെരിഫൈ ഡീറ്റെയിൽസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ജെൻഡർ, അതേപോലെ തന്നെ നിങ്ങളുടെ പേര്, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങൾ വെരിഫൈ ഡീറ്റെയിൽസ് എന്നുള്ള ഇടത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം സേവിങ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഫസ്റ്റ് തന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ഹോം പേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിവിടെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ടൊരു 3 ലൈൻ കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേനും നിങ്ങൾക്ക് വാലറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് റെഡീം ചെയ്യാൻ ഇപ്പോൾ നമുക്കിവിടെ ബാലൻസ് ഒന്നും ഇല്ല. അപ്പം ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് പ്ലീസ് ട്രൈ എ ടോട്ടൽ 8 ഓഫർ റിക്വേർഡ്. അതായത് നമ്മൾ ഇതിലൊരു 8 ഓഫർ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ കഴിയുമെന്നാണ് അവർ കാണിക്കുന്നത്. അപ്പോഴത്തേനും നമുക്ക് ജസ്റ്റ് എവർ ഓഫേഴ്സിലേക്ക് നമുക്ക് നോക്കുക. അതിനായിട്ട് ഡാഷ്ബോർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഓഫർ വാളാന്ന് പറഞ്ഞ് കിടക്കാം. അപ്പം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഓരോ ആപ്ലിക്കേഷൻ അതെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന വഴി നമുക്ക് എത്ര രൂപ കിട്ടുമെന്ന് ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റിലത്തെ ഈ പോളിസി ബസാർ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന വഴി നമുക്ക് 3 രൂപ, അതിനുശേഷമുള്ളത് നമുക്ക് 14 രൂപ, അതിനുശേഷമുള്ളത് ഒരു 1510 രൂപ വരെ കിട്ടുന്ന ആപ്ലിക്കേഷൻസ് ഇതുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷനൊക്കെ എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഇവിടെ മണി ഏൺ ചെയ്യുക. ഏറ്റവും അവസാനം മണി ഏൺ ചെയ്ത ശേഷം നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മുകളിൽ 3 ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ വാലറ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്നുള്ളിടത്ത് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് വഴിയും അതേപോലെ അല്ലെ മറ്റ് സോഷ്യൽ മീഡിയ ആപ്സ് വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ ആപ്ലിക്കേഷനിൽ ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. ഇൻവൈറ്റ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ഇവർ പ്രത്യേകം പൈസയൊന്നും ഇത് കാണിക്കുന്നില്ല, റിവാർഡ് കിട്ടുമെന്നേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇവർ കാണിച്ചിരുന്ന ഈ ഒരു ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇതിന് ഈസി ആയിട്ട് മണി ഏൺ ചെയ്യാവുന്നതേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണിലേക്കൊന്ന് ആളെന്നതും എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഗൈസ്, അപ്പോൾ നാളെ കാണാം അടുത്തൊരു വീഡിയോയുമായി.